ഇപ്പോൾ ഈ വണ്ടികൾ ഇറങ്ങി വരുന്ന ഭാഗം, ഈ ഭാഗം അവിടെ നിന്ന് പഴയ കാലത്ത് മദീനയിൽ നിന്ന് ആളുകൾ വരുന്ന ഭാഗമാണ് ഇത്. ആ ഭാഗം ഇതിൻ്റെ പേരാണ് സെനിയത്തു കജ. അതായത് സെനിയ എന്ന് പറഞ്ഞാൽ രണ്ട് മലകൾ, ഇങ്ങനെ വലിയ മലകളെ കയറാം. അന്നൊക്കെ മക്കൾക്ക് ചുറ്റും മലകളാണ്. അപ്പോൾ മലൻ്റെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതിൽ ഇങ്ങനെ കയറി വരില്ല സൈന്യമൊക്കെ. അതായത് അന്നിപ്പോൾ ഒരു സംഘം മക്കയിലേക്ക് വരുന്ന മക്കാരെ എങ്ങോട്ടാണ് നോക്കുക, അവിടെ അങ്ങനെ നോക്കുക. കാരണം എന്താണ്, ആ മലയിൽ കൂടെയാണ് വരാറ്. അന്ന് ഈ റോഡില്ല, അങ്ങനെ ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ കയറി ഒരു ഒട്ടകത്തിൻ്റെ ഒക്കെ തല ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കുക ഒരു സംഘം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തിനാണ് അറബിയിൽ സെനിയ എന്ന് പറയാം. സെനിയത്തു കജ എന്നാണ് ഇതിൻ്റെ പേര്. റസൂലുള്ളാഹി മക്കയിലേക്ക് വരുമ്പോഴൊക്കെ ഇതിൽ കൂടെയാണ്, കാരണം മദീന ഭാഗത്താണ്, ഇതിൽ കൂടെയാണ് കയറി വരിക. അപ്പോൾ ഈ സെനിയത്തു കഥയൊക്കെ രസകരമായിട്ടുള്ള ചരിത്രമുണ്ട്. അതും കൂടി പറഞ്ഞുതരാം, നമുക്ക് കുറച്ചൊരു നിങ്ങൾക്കൊരു അർത്ഥത്തിനൊരു ആശ്വാസം ഉണ്ടാവും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ പറഞ്ഞല്ലോ, അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ വല്യപ്പാക്ക് 10 ആൺകുട്ടികളാണ്. അപ്പോൾ അതിൽപ്പെട്ട ആളാണ് ഹാരിസ് എന്നവർ, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ള എന്നിവർ. ഇവരൊക്കെ കൂടിയിട്ട് 10 ആൺകുട്ടികളാണ് റസൂലുള്ളാഹിന്റെ വല്യപ്പാക്കുള്ളത്. അതിലൊരു കുട്ടീനാണ് അബ്ദുള്ള എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ ഉപ്പ. ഇവരെ മൂത്ത കുട്ടി എന്ന് പറഞ്ഞത് ആരാണ്? ഒരു ഹാരിസ് എന്ന് പറയുന്ന ഒരാളാണ്. അതായത് അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത കുട്ടി ഹാരിസ് എന്നവർ. ഈ ഹാരിസ് എന്നവർക്ക് ഒരു മോനുണ്ടായിരുന്നു, അബൂ സുഫിയാൻ എന്ന് പറയുന്നവർ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന അബൂ സുഫിയാൻ അല്ല കേട്ടോ. അത് അബൂ സുഫിയാൻ ഹർബ് മുആവിയ റളിയല്ലാഹു ഉപ്പ അബൂ സുഫിയാൻ അല്ല, റസൂലുള്ളാഹിന്റെ മൂത്താപ്പാന്റെ കുട്ടിയൊരു അബൂ സുഫിയാൻ. ഇവരുടെ പ്രത്യേകത വെച്ചാൽ റസൂലുള്ളാഹിന്റെ മുലകുടിയിലുള്ള സഹോദരനാണ്. ആര്? ഈ അബൂലാബിന്റെ ഒരു അടിമസ്ലി ഉണ്ടായാലും ജോയിബ, ഇവര് മുല കൊടുത്തിട്ടുണ്ട്. ആർക്ക്? റസൂലുള്ളാഹിക്ക് മുല കൊടുത്തിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു മുല കൊടുത്തിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ എളാപ്പിയാണ്, മുലകുടിയിലുള്ള സഹോദരനുമാണ്. കാരണം ഇവർക്കൊക്കെ മുല കൊടുത്ത ആളൊന്നാണ്. അതുപോലെ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ എന്തിട്ടുണ്ട്? റസൂലുള്ളാഹിക്ക് മുല കൊടുത്തിട്ടുണ്ട്. ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്ന മൂത്താപ്പാന്റെ കുട്ടിക്ക് വന്ന്. അപ്പോൾ ഇവര് സഹോദരന്മാരുമാണ്. ഒരേ അർത്ഥത്തിൽ മൂത്താപ്പാന്റെ കുട്ടിയാണ്, അതേപോലെ മുലകുടിയിൽ സഹോദരനും കൂടിയാണ്. പക്ഷേ ഇവർക്ക് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ഇവർ റസൂലുള്ളാഹിനെ ഭയങ്കര ദേഷ്യമായിരുന്നു ഇസ്ലാമിന്റെ തുടക്കത്തിൽ. മറ്റുള്ളവർ ഇവർക്കൊരു പ്രത്യേകത, ഇവർ എന്ന് പറഞ്ഞാൽ അന്നത്തെ അറേബ്യയിൽ അറിയപ്പെടുന്ന കവി കൂടിയാണ്. ഇയാളെ കവിത എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇയാൾ പറയാണ്ട് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ കവിത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര കവിത ചൊല്ലുന്ന ഒരാളാണ്. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു രീതി, ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലെ അന്ന് കവിതയാണ്. അപ്പോൾ നിങ്ങൾക്ക് എതിർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നല്ലൊരു കവിതയാണ് ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ച് ഒരു കവിതയാണ് ചൊല്ലുക. അങ്ങനെയാണ് കവിതകളിൽ കൂടിയാണ് അന്ന് ആക്രമണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. അപ്പോൾ ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്ന മൂത്താപ്പാൻ്റെ കുട്ടി ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും? എന്നും റസൂലുള്ളാഹിനെ കളിയാക്കിയിട്ടുള്ള കവിതകൾ ഇവിടുന്ന് ഇങ്ങനെ ചൊല്ലുന്നിട്ട് എന്ത് ചെയ്യും? മദീനത്ത് കൊടുത്തേക്കും, മദീനത്തെ വായിക്കും. റസൂലുള്ളാഹിക്ക് സങ്കടമാവും. പിന്നെയും വരെ ഇതേ റസൂലുള്ളാഹിനെ പരമാവധി ആക്രമിക്കുക എന്നുള്ള, മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഈ മൂത്താപ്പാൻ്റെ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ എന്ത് ചെയ്തു? ഈ അബൂ സുഫിയാൻ ഒരു ഗംഭീര കവിത എഴുതി, റസൂലുള്ളാഹിനെ വളരെ അധിക്ഷേപിച്ചുകൊണ്ടൊരു കവിത. അങ്ങനെ മക്കത്തിൽ നിന്ന് ഈ കവിത മദീനത്ത് റസൂലുള്ളാഹി അതിങ്ങനെ വായിച്ചു നോക്കി. റസൂലുള്ളാഹിക്ക് വല്ലാണ്ട് സങ്കടമായി പോയി, ഭയങ്കര ഒരു ഫീലായി. കാരണം മൂത്താപ്പാൻ്റെ കുട്ടിയാണ്, പിന്നെ അത്രയും മോശമായ കവിതയാണ് ചൊല്ലി. അപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ വിളിച്ചിട്ടാണ്, എവിടെ? അബ്ദുല്ലാഹി ബിൻ റവാഹ. ഇവിടെ റസൂലുള്ളാഹിക്ക് 3 കവികളാണ് പ്രധാനമായിട്ടുണ്ടായത്. റസൂലുള്ളാഹിന്റെ കവികൾ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ, അതേപോലെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ബിൻ സാബിത്ത്. ഇവർ 3 പേരാണ് റസൂലുള്ളാഹിന്റെ കവികൾ എന്ന് പറഞ്ഞത്. അപ്പോൾ റസൂൽ തന്നെ അബ്ദുല്ലാഹി ബിൻ റവാഹ ഇവിടെ അവനോട് വരാൻ പറയും. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ ഒന്ന് യാ റസൂലന്റെ ഉഹ്ജു ഖുറൈശ്, അതായത് ഖുറൈശികൾ എന്ത് ചെയ്യും? കവിതയിൽ കൂടെ മറുപടി കൊടുക്കുക. കാരണം ഓലിനെതിരെ വളരെ മോശമായൊരു കവിത ഇവിടെ മറുപടി കൊടുക്കുക. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലുള്ള എല്ലാ അതും വെച്ചിട്ട് എന്ത് ചെയ്തു? ഗംഭീര കവിത തിരിച്ച്. പക്ഷേ റസൂൽ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങോട്ട് ഒരു റാഹത്തായില്ല. കാരണം ആ വന്ന കവിതക്കുള്ളൊരു വാക്കാട് മറുപടി ആയിട്ടില്ല. അപ്പോൾ കഅബ് ബിൻ മാലിക്കിനെ വിളിക്കുക. അപ്പോൾ കഅബ് ബിൻ മാലിക് റസൂലിൻ്റെ ഉഹ്ജു ഖുറൈശികളെ ആക്രമിക്കുക, അതായത് കവിതയിൽ കൂടെ മറുപടി കൊടുക്കുക. അപ്പോൾ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തനിക്ക് കഴിയാവുന്നതിൻ്റെ മാക്സിമം എന്ത് ചെയ്തു? തിരിച്ചു കവിത ചൊല്ലിയത്. പക്ഷേ എന്തില്ല, റസൂലുള്ളാഹി നോക്കിയിട്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി അതിനുള്ള മറുപടി ആയമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി ഹസ്സാനോട് വരില്ല. അപ്പോൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹു വരുന്നു, എന്തേ റസൂൽ അങ്ങനെ ഒരു കവിത ഞങ്ങൾക്കെതിരെ എന്ത് ചെയ്യുക? അബൂ സുഫിയാനോട് ഒരു കവിത ചൊല്ലിയിട്ട് ഇതിൻ്റെ മറുപടി കൊടുക്കും. അപ്പോൾ ഹസ്സാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ ഈ വാള ഒന്നും ആവില്ലേ, അതുകൊണ്ട് ഞാൻ ഓനങ്ങോട്ട് അരിഞ്ഞു കൊണ്ട് കൊടുക്കും. റസൂൽ എന്ത് ചെയ്യണ്ട, ഇത് വിഷമിക്കണ്ട, അതിനുള്ള മറുപടി ഞാൻ കൊടുക്കും. എൻ്റെ വാള് എന്നാണ്, അതിന് പറ്റിയ വാളാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, നിൽക്ക്, എന്ത് ചെയ്യരുത്, എൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം ചേച്ചി മൊത്തം ഖുറൈശികളാണ്ട് പോയിട്ട് ആക്രമിച്ചാൽ എന്ത് ചെയ്യും? ഞാനാരാണ്? ഖുറൈശിയാണ്, ഞാൻ അതിൽ പെട്ട ആളാണ്. പക്ഷേ മൊത്തം ഖുറൈശികൾ എല്ലാവരും കൂടി നരകത്തിലാണെന്ന് പറഞ്ഞാൽ ഞാനും കൂടി എന്ത് ചെയ്യും? അതിൽ പെട്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം പോയിട്ട് എന്ത് ചെയ്യുക? ആദ്യം പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി കാണുന്നു പറയും. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രത്യേകത വെച്ചാൽ ഈ ഖുറൈശികളെ അൻസാബ് കറക്റ്റ് അറിയുന്ന ഒരാളാണ്. അതായത് നമ്മുടെ നാട്ടിൽ ചില കാരണന്മാരുണ്ടാവില്ലേ, നിങ്ങൾ ഇന്ന ആളെ കെട്ടിച്ചല്ലേ, മൂപ്പര മോണല്ല അങ്ങോട്ട് കെട്ടിച്ച്, ഇങ്ങനെ ഉണ്ടാവുമല്ലോ. കുടുംബത്തിലുള്ള ആ കാര്യം അറിയുന്ന ആൾക്കാരുണ്ടാവില്ലേ. അതായത് എൻ്റെ വാപ്പാരാണ്, വല്യമാരാണ്, വല്യമാരാണ്, വല്യമാൻ ഇങ്ങോട്ട് കെട്ടിച്ചില്ല, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ കുടുംബം അറിയണം. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത ആയിരുന്നു എന്ത്? അലമുന്നാസിബി അൻസാബി ഖുറൈശ് എന്നാണ്. അതായത് ഖുറൈശികളെ എല്ലാ കുടുംബ ബന്ധു അറിയണം. അപ്പോൾ ഹസ്സാനോട് പറഞ്ഞു, ഇനി പോയിട്ട് ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് എല്ലാവരും ചരിത്രം ഒന്ന് പഠിക്കും. എല്ലാവരും മൊത്തം ഖുറൈശികളും ബനുഹാശിമിനെക്കാൾ വെട്ടിയാലും എന്ത് ചെയ്യും? ഞാൻ അടക്കാണ് മുറിഞ്ഞു പോകും. അപ്പോൾ അത് വരാൻ പാടില്ല എന്നിട്ട് അപ്പോൾ ഹസ്സാൻ ഞാൻ പോയിട്ട് വരാന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് പോയിട്ട് മൊത്തം ഹിസ്റ്ററി എടുക്കുകയാണ്. ആരാണ് ഈ അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ കവിത ചൊല്ലിയ ആളാരാണ്? അയാളെ ഉമ്മാരാണ്, വാപ്പാരാണ്, റസൂലുള്ളാഹിയായിട്ട് എന്താണ് ബന്ധം?
അതിൻ്റെ മെയിൻ പ്രശ്നം എന്താ അറിയോ, ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്നവരെ എങ്ങനെ കവിത ചൊല്ലിയാലും റസൂലുള്ളാഹിലേക്ക് ബാധിക്കും. കാരണം ഓലെ എൻ്റെ വാപ്പ ശരിയില്ല എന്ന് പറഞ്ഞാൽ ഈ റസൂലുള്ളാഹിന്റെ മൂത്താപ്പ ശരിയില്ല എന്നും, എൻ്റെ വല്യാപ്പ ശരിയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വല്യാപ്പ ശരിയില്ല എന്നാവും. അതായത് എങ്ങനെ പോയി മുറിച്ചാലും എന്ത് ചെയ്യും, ഈ അബൂ സുഫിയാനെതിരെ എന്ത് പറഞ്ഞാലും അത് റസൂലുള്ളാഹിലേക്ക് എന്ത് ചെയ്യും, ചെന്ന് മുട്ടും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് റസൂലുള്ളാഹി എന്ത് ചെയ്ത് ഓനെതിരെ പറയുമ്പോൾ എന്തെങ്കിലും സൂക്ഷിക്കണം, കാരണം ഞാനും അതിൽ പെട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അബൂ സിദ്ദീഖിന്റെ അടുത്ത് പോയി കുറച്ച് ഇരുന്ന് എന്ത് ചെയ്തു, ഒക്കെ കഴിഞ്ഞ് ഹസ്സാൻ ബിൻ സാബിത്ത് പിന്നെ പള്ളിയിലേക്ക് വരാം. റസൂലുള്ളാഹിനോട് യാ റസൂലല്ലാഹ് എനിക്ക് എല്ലാ തെളിവും കിട്ടിയിട്ടുണ്ട്, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും, ഈ മൈദ കുഴച്ച മൈദയെന്നൊരു ഈ എന്താ പറയുക മുടി എങ്ങനെ ഒരു മുടി ഉണ്ട് നമ്മളെങ്ങനെ എടുക്കുക, സ്മൂത്തായിട്ടാണ് പോരുമല്ലോ, അതായത് ഒരു മുടി ഇങ്ങനെ വലിച്ചെടുക്കുക. അതുപോലെ നിങ്ങളെന്ത് ചെയ്യും, നിങ്ങളെ ഞാൻ അതിൽ നിങ്ങോട്ട് കൂരി ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്ക് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു കവിതയിലുണ്ട്, ഗംഭീര കവിതയാണ്. അന്ന് ഇതുവരെ ഈ ചൊല്ലിയതിൽപ്പെട്ട ഏറ്റവും മനോഹരമായ കവിത എന്നൊക്കെയാണ് പണ്ഡിതർ പറയാം. അഫദ്ദാത്തുൽ അസാബി ഫൽ ജിവാറു ഇല അദ്റാ മൻസിലുഹാ ഖലാഉ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീര കവിതയാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അലാബിലെ അന്നെ അബാസു, അതായത് അബൂ സുഫിയാനോട് ഇന്നൊരു ഈ കവിത അബൂ സുഫിയാനോട് പറഞ്ഞു കൊടുക്കും. അൻത മുഖവിഫുൻ, അതായത് ബദർ യുദ്ധത്തിൽ ഈ അബൂ സുഫിയാൻ തിരിച്ചോടിയിരുന്നു. അതായത് ബദർ യുദ്ധത്തിന് വന്നപ്പോൾ മുസ്ലിങ്ങൾ ജയിച്ച സമയത്ത് തിരിച്ചോടിയവർ പെട്ടതാണ് ഈ അബൂ സുഫിയാനൊക്കെ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഗംഭീര അടി. പക്ഷേ അടി വന്ന വഴി എങ്ങനെയാ വെച്ചാൽ, ഈ അബൂ സുഫിയാൻ റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെടാത്ത ഏക വഴി എന്ന് പറഞ്ഞാൽ ഓലെ ഉമ്മ വഴിയാണ്. അതായത് ഈ ഹാരിസ് എന്നവരുടെ ഉമ്മല്ലേ, അതായത് അബൂ സുഫിയാൻ്റെ ഉപ്പ ഹാരിസ് എന്നവരുടെ ഉമ്മ എന്താണ്, തായിഫിൽ നിന്ന് അബ്ദുൽ മുത്തലിബ് കല്യാണം കഴിച്ചു, അതിലുണ്ടായ കുട്ടിയാണ്. റസൂലുള്ളാഹിന്റെ ഉപ്പയും പോലൊക്കെ വേറൊരു ഉമ്മാലുണ്ടായതാണ്. അപ്പോൾ ഈ റസൂലുള്ളാഹിയായിട്ട് ബന്ധം വരാത്ത ഏക ആൾ ഈ അബൂ സുഫിയാനുള്ളത് ഓൻ്റെ വെല്ലിമ്മയാണ്, അതായത് മൂപ്പരെ വെല്ലിമ്മയാണ്. അപ്പോൾ പിന്നെ അടി ഫുള്ള് വെല്ലിമാൻ്റെ വഴി. എൻ്റെ വെല്ലിമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഹവാസിൻ്റെ അടിമല്ലായിരുന്നു. ആ വെല്ലിമാൻ്റെ സ്വഭാവം എനിക്ക് കിട്ടിയത്, കാരണം ബനു ഹാഷിമിൻ്റെ കൊടുത്തൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അടി മൊത്തം ഈ കൂടെ വരുന്നത് വെല്ലിമ്മ വഴി. കാരണം ഈ വെല്ലിമാനെ തൊട്ട റസൂലുള്ളാഹിലേക്ക് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാ വെല്ലിമ്മയാണ്. അപ്പോൾ ആ വെല്ലിമാൻ്റെ വഴിയിൽ അടി കണ്ടപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ ആ കവിത ഒക്കെ ചൊല്ലി അതിൽ അവസാനമായിട്ട് എന്ത് ചെയ്തു, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യട്ടെ, തെനിയത്ത് കഥാക്കൂടെ ഒരു ഞങ്ങളെ കുതിരകളും ഒട്ടകങ്ങളൊക്കെ നശിച്ചു പോട്ടെ, ഏതുവരെ ഞങ്ങൾ ഈ കഥായിൽ കൂടി ഒരു വരവ് വരുന്നത് വരെ, അതായത് ഒരു ഭീഷണിയാണ്. ഞങ്ങൾ എന്തുണ്ട്, മക്കയിലേക്ക് ഒരു വരവ് വരുന്നുണ്ട്, ഇത് കഥായിൽ കൂടി, ഇതാണ് തെനിയത്ത് കഥ, ഞങ്ങൾ ഇതിൽ കൂടി ഒരു വരവ് എന്തിട്ട് അവിടെ വരേണ്ടത് എന്നുള്ളൊരു കവിത ആ ഒരു വാക്കിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ ഒരു സെയിം കവിതയിൽ വന്ന് മദീനത്തിൽ നിന്നാണ് ഈ കവിത ചൊല്ലുന്നത്. അപ്പോൾ എന്താണ് ആ കവിത മൊത്തത്തിൽ ഇവിടെ എത്തി. അതേപോലെ തന്നെ റസൂലുള്ളാഹിനെ കുറിച്ച് വളരെ അത് പറയുന്നുണ്ട്. അതായത് ഇയാളോട് പറയുന്ന ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്നത്, നിങ്ങളാണ് റസൂലുള്ളാഹിനെ സംരക്ഷിക്കേണ്ട ആൾ, കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള എല്ലാ നന്മയുള്ള ഒരാളെ നിങ്ങൾ എതിർക്കുന്നത്, ഞങ്ങൾ തന്നെ അൻസാരികളാണ്. പക്ഷേ നിങ്ങൾ ഇതാക്കാത്തതുകൊണ്ട് ഞാനും എൻ്റെ പിതാവും അടക്കമുള്ളവരൊക്കെ റസൂലുള്ളാഹിക്ക് വേണ്ടി ഇവിടെ മരിക്കുകയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ കവിതയിൽ കൂടിയും വാളുകൊണ്ടും ഞങ്ങൾ ബദറുദ്ദീന് ഒക്കെ നമ്മൾ എതിർക്കുകയാണ്. കാരണം ഞങ്ങൾ റസൂലുള്ളാഹിനെ എന്ത് ചെയ്യണം, സംരക്ഷിക്കും. നിങ്ങളെ സംരക്ഷിച്ച് പിടിക്കേണ്ട നിങ്ങൾ പിടിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഞങ്ങൾ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കവിത ഉണ്ട്. അപ്പോൾ ആ കവിതയിൽ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു ഭീഷണിയാണ്. ഞാൻ എന്ത് ചെയ്യും, ഞങ്ങളൊരു വരവ് വരുന്നുണ്ട്, തെനിയത്തു കഥായിൽ കൂടി ഒരു വരവ് വരുന്നുണ്ട്, അന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണം, ആ കവിത ചുരുക്കി പറഞ്ഞാൽ കവിത മക്കത്തെത്തുകയാണ്. ആ കവിത ഇങ്ങനെ ഈ അബൂ സുഫിയാൻ ഇങ്ങനെ വായിക്കുകയാണ്, കവിത ഇങ്ങനെ ഒരു അടിയാണ്. അപ്പം ഇങ്ങനെ വന്നിട്ടാണ് വെല്ലിമ്മ വഴിയുള്ള അടി കണ്ടപ്പോൾ, അതായത് റസൂലുള്ളാഹിനെ തൊടാതുള്ള അടി കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഈ കവിത ഇത് ഹസ്സാൻ്റെ കവിത അല്ല, ഈ അടിൻ്റെ പിന്നിൽ ഞാൻ എന്ത് ചെയ്യണം, അബൂ സിദ്ദീഖ് റളിയല്ലാഹു കറുത്ത കൈകളെ ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ ഈ വഴി അറിയുന്ന ഒരാളെ ആരാണ് അവിടെ ഉള്ളത്, അബൂ സിദ്ദീഖ്. അതായത് ഈ അടി വന്നതല്ല, ഹസ്സാൻ അടിച്ച അടിയല്ല, ഇത് അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടിയാണ്. കാരണം എൻ്റെ ഈ വഴി അറിയുന്ന ഒരാളെ അവിടെ ഉള്ളത് അബൂ സിദ്ദീഖ് റളിയല്ലാഹു എന്നൊക്കെ ഇവർ പറഞ്ഞതായിട്ട് കാണും. അന്ന് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ കവിത ചെല്ലിയ സ്ഥലത്ത് അങ്ങനെ മക്ക കീഴടക്കാൻ വേണ്ടി റസൂലുള്ളാഹി വരികയാണ്. അതായത് പിന്നീട് 8 വർഷങ്ങൾക്ക് ശേഷം മക്ക കീഴടക്കാൻ വേണ്ടി റസൂലുള്ളാഹി വന്നപ്പോൾ അപ്പുറത്തൊരു ഒരു കിണറുണ്ട്, അതിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് ഇറങ്ങി. അപ്പോൾ സത്യത്തിൽ അയിക്കൂടെയാണ് മക്കത്തേക്ക് കയറേണ്ടത്. അതായത് ആ കിണർ ഇപ്പോൾ കിടക്കുന്ന ഈ മല്ല അപ്പുറത്തെ സൈഡ് അയിക്കൂടെ കയറിയാൽ മതി. പക്ഷേ റസൂലുള്ളാഹി അവിടെ കയറാൻ നോക്കി പറഞ്ഞു അബൂ സിദ്ദീഖ് ഹസ്സാനെ ഇക്കൂടെ നമ്മൾ കയറുന്നതിന് ആ കവിതയെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഹസ്സാൻ പറഞ്ഞു തെനിയത്ത് കഥയിൽ കൂടി വരുന്നതാണ്. പിന്നെ തെനിയത്ത് കഥയിൽ കൂടെ നമ്മൾ പോകുന്നതായിട്ട് റസൂലുള്ളാഹി സാഹബത്തിനെ കൂടി തെനിയത്ത് കഥ, കാരണം ഹസ്സാൻ്റെ അന്നത്തെ ആ കവിത റസൂലുള്ളാഹിക്ക് എത്രത്തോളം ചില ആ കവിത അങ്ങനെ പാടി കഴിഞ്ഞാൽ റസൂലുള്ളാഹി മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്, ആയിഷ ബീവി വരെയാണ്. വീട്ടിലേക്കാണ് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ മുഖം കിട്ടി ഭയങ്കര സന്തോഷം, കാരണം അപ്പോഴാണ് ആ കവിതയ്ക്ക് ഒരു മറുപടി ആയത് എന്നുള്ള. അതുവരെ മറ്റൊരു കവിത കൊടുത്തു. അപ്പോൾ ഇതാണ് കണ്ടപ്പോൾ എന്ത് ചെയ്തു, റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായി, വസ്തവ അതായത് ഭയങ്കര റാഹത്തായി എന്നാണ് ആ കവിതയുടെ സ്ട്രോങ് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഫതഹ് മക്കയുടെ സമയത്ത് ഈ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു കവിത ശരിയാക്കാൻ വേണ്ടി റസൂൽ എന്ത് ചെയ്തു, ഇതിൽ കൂടെയാണ് കയറി വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ആ കവിത പക്കാ ശരിയായി എന്നുള്ളതാണ്. അതായത് അന്നാ ഭീഷണിപ്പെടുത്തി അതുപോലെ റസൂലിലേക്ക് കയറി വന്നിട്ടാണ് എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കൂടിയാണ് മക്കയിലേക്ക് കയറുന്നതും മക്ക കീഴടക്കുന്നതും. അപ്പോൾ ഇതാണ് തെനിയത്ത് കഥ. മദീനക്കാർ റസൂലുള്ളാഹി പലപ്പോഴും കയറി വരാറുള്ള വഴിയാണ് ഈ തെനിയത്ത് കഥ എന്ന് പറയുന്നത് കേട്ടോ.